എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് രുചികരമായ പാസ്ത എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. 200 ഗ്രാം പാസ്തയാണ് ഞാൻ എടുത്തത്. വെള്ളം ആദ്യമേ 1 കപ്പ് വെള്ളം അടുപ്പത്ത് വെച്ച് തിളപ്പിക്കുക. വെള്ളത്തിന് അങ്ങനെ കൃത്യമായ അളവൊന്നും വേണമെന്നില്ല, കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല. അത് വെള്ളം തിളച്ചതിന് ശേഷം പാസ്ത അതിലിടുക. ഒരു 5 മിനിറ്റ് സമയം നല്ല തീയിൽ വേവിക്കുക. ഇളക്കി വെച്ചിട്ട് വേവിക്കുക. കുറച്ച് ഉപ്പ് അതിലിടുക. എന്നിട്ട് ഇളക്കി വെക്കുക. 1/2 സ്പൂൺ മതിയാവും. ഒരു സ്പൂണ് വെളിച്ചെണ്ണ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലായാലും മതി. വെളിച്ചെണ്ണ ആണ് ഞാനെടുത്തത്. ഇത് തമ്മിൽ ഒട്ടിപ്പിടിച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത്. നന്നായി ഒന്ന് ഇളക്കി വെക്കുക. നല്ല തിള വന്ന് ഒരു 5 മിനിറ്റ് സമയം വേവിക്കുക. അധിക സമയമൊന്നും വേണ്ട, വേഗം തന്നെ പാസ്ത ആയതുകൊണ്ട് തന്നെ വെന്ത് വരും. അത് തന്നെ നമ്മൾ വെന്തതിന് ശേഷം ഒരു അരിപ്പ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് ഊറ്റുക. മസാല തയ്യാറാക്കാം. അതിന് വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. അതിന് ശേഷം ഇഞ്ചി, വെളുത്തുള്ളി, കരിവേപ്പില, പച്ചമുളക് 2 പച്ചമുളക് എടുത്ത് അത് കുറച്ച് മൂത്ത് വരുന്നവരെ വേവിക്കുക. മൂത്ത് കഴിഞ്ഞ ശേഷം 2 മീഡിയം സൈസ് ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അതിട്ടു. അത് കുറച്ച് ചുവന്ന വരെ വറുത്തെടുക്കുക. അതിനുശേഷം കുറച്ച് മസാലയ്ക്ക് കൊണ്ടുവന്ന ഉപ്പ് അതിലിടുക. എന്നിട്ട് ഇളക്കുക, വറുത്തെടുക്കുക. കുറച്ച് ചുവന്ന വരെ വറുത്തെടുക്കുക. അതിന് ശേഷം 2 തണ്ട് കരിവേപ്പില ഇട്ടു. ഇതും കൂടി ചുവന്ന ശേഷം ഇളക്കിയെടുക്കുക. അധികം ചുവന്ന് കിട്ടുമൊന്നും വേണ്ട, എന്നാലും കുറച്ചൊരു കളർ വേണം. ഇത്ര സമയം വരെ നമ്മൾ ഇളക്കിക്കൊണ്ട് വെക്കുക. ഇതിന് ശേഷം മീഡിയം സൈസ് 2 തക്കാളി ചെറുതായി അരിഞ്ഞത് ഇടുക. എന്നിട്ട് ഇളക്കുക. എല്ലാം കൂടി മിക്സായിട്ട് കുറച്ച് വേകുന്നത് വരെ, തക്കാളി ഒന്ന് വെന്ത് വരുന്നത് വരെ ഇളക്കുക. മിക്സ് ചെയ്യുക. അതിന് ശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, അതിൻ്റെ ഒരു മണം കുത്തൽ പോകുന്ന വരെ ഇളക്കുക. അതിനുശേഷം ഗരം മസാല ഒരു 1/4 ടീസ്പൂൺ മതി. അതിനുശേഷം ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് കളർ ചുവന്ന വരെ നമ്മൾ വഴറ്റിയെടുക്കുക. അതിനുശേഷം വേവിച്ച് വെച്ച പാസ്ത അതിലേക്ക് മുഴുവനായിട്ട് തട്ടുക. എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക.
നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം കുറച്ച് ചൂടുവെള്ളം, ഒരു ഗ്ലാസ് വേണ്ട, അത് കുറച്ച് കുറവായിട്ട് ചൂടുവെള്ളം അതിനകത്തേക്ക് ഒഴിച്ചു. അതിന് ശേഷം ടൊമാറ്റോ സോസ് 2 സ്പൂൺ, സോസ് 1 സ്പൂൺ. ഇതെല്ലാം കൂടി ഇളക്കി യോജിപ്പിക്കുക. എല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ച് പിന്നെ ഉപ്പ് വേണോ എന്താണ് ഉപ്പ് വേണം, കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് ലേശം ചേർക്കാവുന്നതാണ്. വളരെ രുചികരമായ പാസ്ത റെഡി. വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്. കുട്ടികളെ സ്കൂളിൽ നിന്ന് വരുമ്പോഴേക്കെല്ലാം ഉണ്ടാക്കി കൊടുക്കാം. 10 മിനിറ്റ് സമയം കൊണ്ട് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ ലൈക്കും ഷെയറും ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.